So hi. The next question എന്ന് പറയുന്നത് valid parenthesis. Problem statement നോക്കാം. Given a string S containing the characters opening, closing bracket, curly brackets and square brackets, determine if the input string is valid. The input string is valid if the open brackets must be closed by the same type of brackets. Open brackets must be closed in the correct order. Every closed bracket has a corresponding open bracket of the same type. Okay. So ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ഇപ്പൊ ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ ഇത് എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത്രയും ക്യാരക്ടേഴ്സ് വരാം, ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് വരാം. ഇതെല്ലാം കറക്റ്റ് ഓർഡറിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യാം. അപ്പൊ ഈ കറക്റ്റ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഓപ്പണിംഗ് ബ്രാക്കറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് വേണം. ഇവിടെ ഈ സ്ട്രിങ് നോക്കുമ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ കോമൺ ബ്രാക്കറ്റും സ്ക്വയർ ബ്രാക്കറ്റും വെച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. നെസ്റ്റഡ് ആയിട്ട് വന്നാലും കറക്റ്റ് ആയിട്ട് ഉള്ള ഓർഡറിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. ബട്ട് ഓർഡർ ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഓർഡറിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെയായിരിക്കും സ്റ്റാക്കിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ പറയുന്നത് ഇറ്റ് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ മോഡിലാണ് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാക്ക് ഓഫ് ബുക്സ് വിചാരിച്ചാൽ മതി. ബുക്ക് നമ്മൾ അടുക്കി വെക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ ബുക്കുകളും അതിന്റെ മേളിലായിട്ടാണ് നമ്മളിങ്ങനെ അടുക്കി പോകുന്നത്. ആൻഡ് കുറെ ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും എടുക്കണമെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു വരുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോ ഇത് ബുക്സിൻ്റെത് ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ കുറെ കൂടെ ഒരു ഈസിയർ എക്സാമ്പിൾ, നമുക്ക് ഒരു പോളുണ്ട്. പോളിൽ നമ്മളിങ്ങനെ റിങ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ റിങ്സ് അതിന്റെ മേളിൽ ഇങ്ങനെ വെച്ച് പോവാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് ഒരു സ്റ്റാക്കിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഏതെങ്കിലും റിങ് എടുക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇൻസേർട്ടഡ് ആയിട്ടുള്ളത് മാത്രമേ ആദ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാക്കിന്റെ ഒരു സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതേ സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നമ്മളിങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ലാസ്റ്റ് ഇൻസേർട്ടഡ് ആയിട്ടുള്ള എലമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലിഫോ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു അറേ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ അറേ ആകുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം, നമുക്ക് മിഡിലിൽ ഇൻസേർട്ട് ചെയ്യാം, അതേപോലെ നമുക്ക് എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിനാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിങ്ങിന് നമ്മൾ സ്റ്റാക്ക് ജനറലി അറേ വെച്ച് തന്നെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന് അറേന്റെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, പുഷ് എന്നും പോപ്പ് എന്നും പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ആ രണ്ട് ഫങ്ഷൻസ് വെച്ച് നമുക്ക് അറേയിൽ സ്റ്റാക്കിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഒന്ന് കോഡ് ചെയ്ത് നോക്കാം, അതിൻ്റെ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. സോ ഇനിഷ്യലി നമ്മളൊരു സ്റ്റാക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു എംപ്റ്റി അറേ ആണെന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിൽ കൂടെ ഒന്ന് ഐട്രേറ്റ് ചെയ്യാം. ഇപ്പൊ ലെറ്റ് ക്യാരക്ടർ ഓഫ് സ്ട്രിങ്, നമുക്ക് സ്റ്റാക്കിലോട്ട് ഈ ക്യാരക്ടറിനെ പുഷ് ചെയ്യണം, റൈറ്റ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഈ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇതെങ്ങനെയാണ്, ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്കിനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റാക്കില് നമുക്ക് സ്റ്റാക്ക് നമ്മളിങ്ങനെ വെക്കുമ്പോൾ, ഓക്കെ, നമ്മൾ സ്റ്റാക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് വന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് വന്നിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാക്കിലെ ഓപ്പൺ ബ്രാക്കറ്റ്സ് വരുന്ന സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാക്കിൽ ആദ്യം ഈ വാല്യൂ വന്നു, അത് പുഷ് ചെയ്തു, പിന്നെ ഈ വാല്യൂ വന്നു, അതും പുഷ് ചെയ്തു. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാക്കിലുള്ള ടോപ്പിലെ എലമെന്റ് നമ്മൾ പോപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ എടുത്ത് നമ്മൾ ഇവിടെ വെക്കും. ഓക്കെ, ആൻഡ് നമ്മൾ കറണ്ട് എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യും. കറണ്ട് എലമെന്റ് നോക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കറക്റ്റ് പെയർ അല്ല, അപ്പൊ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും.
ഓക്കെ, നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അല്ല, ഇത് കറക്റ്റ് പെയർ ആയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റാക്ക് എം ടി ആവുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കോഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഇപ്പം നമുക്കൊരു ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് ക്യാരക്ടർ ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓർ ഇഫ് ക്യാരക്ടർ ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ക്യാരക്ടർ ഇസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ സ്റ്റാക്കിലോട്ട് ഇതിനെ പുഷ് ചെയ്യുന്നു. ഓക്കെ, അല്ലാത്ത കേസസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാത്ത കേസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറയുന്നത്? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ക്ലോസിംഗ് ആരെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കേളി ബ്രാക്കറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് നമുക്ക് ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കാം, സ്റ്റാക്ക് ഡോട്ട് ടോപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് വേരിയബിൾ നമുക്ക് കമ്പയർ ചെയ്യാം. കറന്റ് ക്യാരക്ടറും ടോപ്പും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു ഇഫ് ഇട്ടിട്ട് ഇഫ് കണ്ടീഷൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് ടോപ്പ്, നമുക്ക് കിട്ടിയ ടോപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്, ടോപ്പ് വേരിയബിളിന് മുന്നേ ഈ വന്ന ക്യാരക്ടർ ആദ്യം ചെക്ക് ചെയ്യാം. അതിൻ്റെ റീസൺ പറയാം. അപ്പോൾ വന്ന ക്യാരക്ടർ ആദ്യം ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, വന്ന ക്യാരക്ടർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ടോപ്പ്, നമുക്ക് കിട്ടിയ ടോപ്പ് നോട്ട് ഈക്വൽ ടു ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് കണ്ടീഷനാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഓർ നമുക്ക് ഇവിടെ ഇതിന് സ്ക്വയർ ബ്രാക്കറ്റോ അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റോ ആവുന്ന കേസിൽ നമുക്ക് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റും ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും അല്ലെങ്കിൽ എല്ലാം മാച്ച് ചെയ്ത് വരാത്ത കണ്ടീഷൻ ആണെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ ഫോൾസ് കൊടുക്കുന്നു. അല്ലാത്ത കണ്ടീഷൻസിൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ടോപ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുവാണ്, മാച്ചിങ് ബ്രാക്കറ്റ്സ് അല്ലാത്തൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ നേരെ ട്രൂ റിട്ടേൺ ചെയ്യാതെ സ്റ്റാക്കിൽ എന്തെങ്കിലും എം ടി വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്നു. സ്റ്റാക്ക് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കുന്നു. ഓക്കെ, സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, എന്തോ ഒരു സിൻടാക്സ് എറർ വന്നിട്ടുണ്ട്. യെസ്, ഈ ഓർ നമ്മൾ കോഡ് ചെയ്തില്ല. റൈറ്റ്, അപ്പോൾ ടെസ്റ്റ് കേസ് എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്റ്റാക്ക് എടുക്കുന്നു. സ്റ്റാക്കിൻ്റെ അകത്ത് നമ്മൾ ഓരോന്നായിട്ട് പുഷ് ചെയ്ത് വെക്കുന്നു. ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് വരുന്ന കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. നെഗറ്റീവ് കണ്ടീഷൻസ് ആകുമ്പോൾ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ സ്റ്റാക്ക് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് എം ടി ആണോ നമ്മൾ നോക്കുന്നു. നമ്മളിവിടെ ഈ ട്രൂ ഇത് നമ്മളിപ്പോൾ ഇവിടെ ട്രൂ ആണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് വന്നതെന്ന് വെച്ചോ. അതായത് ഇത് പറയാനാണ് ഞാൻ ട്രൂ കൊടുത്തത്. സ്റ്റാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എം ടി ഇത് വന്നു. അപ്പൊ ഇവിടെ എന്ത് പറ്റി? നമ്മളിവിടെ സ്റ്റാക്കിൽ പുഷ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫോർ ലൂപ്പ് അങ്ങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മളിവിടെ നേരെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റാക്കിൽ വാല്യൂ ഉണ്ട്, പക്ഷെ അതൊരു വാലിഡ് സ്ട്രിങ് അല്ല. നമ്മൾ ഇവിടെ കയറാത്തോണ്ട് ഫോൾസ് റിട്ടേൺ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് മാത്രമുള്ള കണ്ടീഷനാണ് നമ്മൾ ഈ ഇഫിൽ മാത്രമേ കയറുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ട്രൂ വെക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് സ്റ്റാക്ക് ഡോട്ട് ലെങ്ത് തന്നെ നോക്കണം. സ്റ്റാക്ക് എം ടി ആയിരിക്കണം. ഈ ഫോർ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റാക്ക് എം ടിയും കൂടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വാലിഡ് പാരാന്തസിസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഡിന് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി വൈസ് ഇത് ഒപ്റ്റിമൽ ആണോ എന്ന് ചോദിച്ചാൽ ഒപ്റ്റിമൽ ആണ്. ബട്ട് നമുക്ക് ഇതിനെ കോഡിങ് സ്ട്രക്ചർ വൈസ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗുഡ് കോഡിങ് പ്രാക്ടീസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഈ ഇഫ് കണ്ടീഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഓർസ് ഒരു സ്കേലബിൾ സൊല്യൂഷൻ അല്ല.
അതായത് ഇപ്പോൾ ഒരു 100 ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മേ ബി തൗസൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഫ് കണ്ടീഷൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൽ പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്ന് പറയുന്നതും, ആൻഡ് ഇപ്പൊ ഈ കണ്ടീഷൻ നമുക്ക് കുറെ ഇടത്ത് യൂസ് ചെയ്യേണ്ടി വന്നാലും ഇതൊരു സ്കെയിലബിൾ സൊല്യൂഷൻ അല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സ്കെയിലബിൾ ആക്കാം? നല്ലൊരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഒരു മാപ്പിലോട്ട് മൂവ് ചെയ്യാം. അതായത് നമ്മൾ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇപ്രാവശ്യം ഒബ്ജക്ട് മാപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കീ വാല്യൂ പേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് നമ്മൾ വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഓരോ കീ വാല്യൂ പേഴ്സ് ആയിട്ട് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന് ക്ലോസിംഗ് ബ്രാക്കറ്റ് വെച്ചു, അതേപോലെ കേളി ബ്രാക്കറ്റിനും ഒരു പെയർ നമ്മൾ വെച്ചു. അപ്പോൾ ഒരു മാപ്പായിട്ട് നമ്മൾ വെച്ചു. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്യാരക്ടറായിട്ട് ചെക്ക് ചെയ്യേണ്ട, നമുക്കിവിടെ നേരെ ഇത്രയും കണ്ടീഷൻസ് അല്ലെങ്കിൽ എത്ര ഇത് വന്നാലും നമ്മൾ മാപ്പിലോട്ട് നേരെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ കോഡിൽ മാപ്പ് ഓഫ് സി എച്ച് ഇത് ട്രൂ ആണെങ്കിൽ, അതായത് മാപ്പ് ഓഫ് സി എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, മാപ്പിന്റെ അകത്തുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇതങ്ങ് സ്റ്റാക്കിലോട്ട് അങ്ങ് പുഷ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് എൽസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പ് പുഷ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ഇത്രയും ഇതെടുത്തിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഇഫ് മാപ്പ് ഓഫ്, നമുക്ക് വീണ്ടും ടോപ്പ് ആണ് വേണ്ടത്, നമ്മുടെ കീ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ ഇഫ് മാപ്പ് ഓഫ് ടോപ്പ് ഇഫ് മാപ്പ് ഓഫ് ടോപ്പ് എന്ന് പറയുന്നത് അല്ല, മാപ്പ് ഓഫ് ടോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ ടു ക്യാരക്ടർ. എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത്? ഇതാണ്. അപ്പൊ മാപ്പ് ഓഫ് ടോപ്പ്, ഇപ്പൊ മാപ്പ് ഓഫ് ഇത് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, അപ്പോൾ ഈക്വലന്റ് അല്ല, നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. നോട്ട് ഈക്വൽ ടു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. അതായത് മാപ്പ് ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ ഇതാണ് വരുന്നതെങ്കിൽ ടോപ്പ് നമ്മൾ ഇതെടുക്കുന്നു അല്ലേ. അപ്പോൾ സി എച്ച് ഇത് വരുമ്പോൾ നമ്മൾ ടോപ്പ് പോപ്പ് ചെയ്യുന്നത് ഇതാണെങ്കിൽ, മാപ്പ് ഓഫ് ടോപ്പ് കറക്റ്റ് ഇത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ ഏതെങ്കിലും ആണ് വരുന്നത്, നെഗറ്റീവ് കണ്ടീഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. അതുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇഫ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു മാപ്പ് മാത്രം പോപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതാണ് ഒരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇഫ് കണ്ടീഷൻസിനെ നമുക്ക്, അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇഫ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇത്രയും ഇങ്ങനെ ഓരോ ഇഫ് ഇങ്ങനെ നമ്മൾ എല്ലാ കണ്ടീഷൻസ് എഴുതി പോവാതെ അതിന്റെ പെയർസിനെ നമ്മൾ ഒരു മാപ്പിൽ വെക്കുന്നു. എന്നിട്ട് മാപ്പിന്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണ്, അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മാപ്പിൽ നിന്ന് തന്നെ അതിന്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ഇതിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ മാപ്പ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി, ഒരിടത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.